നോളജ് ട്രാക്കറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലെ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ശനിയാഴ്ച 17-ാം തീയതി നമ്മുടെ എക്സൈസ് ഓഫീസറിന്റെ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും എന്ന് പറയുമ്പോഴത്തേക്കും 13-ാം തീയതിയും 14-ാം തീയതിയും അതുപോലെ തന്നെ 15-ാം തീയതി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മൊത്തം മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്തായാലും നാളെ മുതൽ കേട്ടോ, നാളെ വൈകുന്നേരം തൊട്ട് പിന്നെ മറ്റന്നാൾ വൈകുന്നേരം ഉണ്ടാവും, അതിന്റെ പിറ്റേന്ന് വൈകുന്നേരം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 3 ദിവസമായിട്ട് നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിലൂടെ കവർ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ വാർത്തയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ 5 ജില്ലകളിലേക്കുള്ള അർഹതാ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒഴിവുകൾ 115 ആണ്. മുൻ ശുപാർശ വന്നിട്ടുണ്ടായിരുന്നത് 842 ഓക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ കാണാനായിട്ട് കഴിയും. തിരുവനന്തപുരത്ത് 10 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് മുൻ ലിസ്റ്റിലെ ഒഴിവുകളാണ്. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശകളും അതിന്റെ ഒഴിവുകളുമാണ് അതിനകത്ത് കാണിക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ 10 ഒഴിവുകൾ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശുപാർശ പോയിട്ടുണ്ടായിരുന്നത് 88 ആയിരുന്നു. കൊല്ലത്താണെങ്കിൽ 11 ഒഴിവുകളായിരുന്നു. നമ്മുടെ നിയമന ശുപാർശകളാണെങ്കിൽ 69 ആയിരുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട ആണെന്നുണ്ടെങ്കിൽ 5 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്, 15 നിയമന ശുപാർശകളാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിലാണെങ്കിൽ 3 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്, 39 നിയമന ഒഴിവുകളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിയമന ശുപാർശകളാണ് പോയിട്ടുണ്ടായിരുന്നത്. കോട്ടയം ജില്ലയിൽ 1 ഒഴിവാണ് ഉണ്ടായിരുന്നത്, എന്നാൽ നിയമന ശുപാർശയിൽ പോയിട്ടുണ്ടായിരുന്നത് 10 ആണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 14 ജില്ലകളുടെയും കാണാനായിട്ട് കഴിയും. ആകെ മൊത്തത്തില് 115 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 842 ലിസ്റ്റിലുള്ളവർക്കാണ് നിയമന ശുപാർശകൾ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ 53 നിയമനങ്ങളോട് നിലവിൽ നടന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ 2120 നിയമനമാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ICDS സൂപ്പർവൈസറിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ മുൻ ലിസ്റ്റിൽ നിന്ന് 288 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നത്. മുൻ ലിസ്റ്റില് 1122 പേരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 375 പേര് മാത്രമാണ് ഈ പറയുന്ന ICDSന്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ BNS അല്ലെങ്കിൽ നമ്മുടെ പോലീസിന്റെ ഡ്രൈവറിന്റെ എക്സാം, അതിനകത്ത് CPOയുടെ നമ്മുടെ IPCയുടെ ടോപ്പിക്കുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ സിലബസിൽ BNS ആണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പലർക്കും ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പം BNS ആണോ IPC ആണോ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ പറയുന്ന ഡ്രൈവറിന്റെ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോ നമ്മുടെ CPO WCPO ഡ്രൈവർ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ 700 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. 9961169272. ഇനിയിപ്പോ ഫയർഫോഴ്സ് ഡ്രൈവറാണ് വേണ്ടതെങ്കിൽ അതിന്റെ ബാച്ചുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CPO WCPO ബാച്ചുകളും നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് വേണ്ട ബാച്ച് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ്, അതുപോലെ അടുത്ത് വരുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്കുള്ള 13 നിയമനങ്ങളൂടെ നടക്കുന്നുണ്ട്. IRB പോലീസിലേക്കുള്ള 73 നിയമനങ്ങളൂടെ ആയിട്ടുണ്ട്. UPSC പാലക്കാട് 13 നിയമനങ്ങളൂടെ വന്നിട്ടുണ്ട്. ക്ലർക്കിന്റെ നിയമനം 914 ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ 6 നിയമനങ്ങളൂടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പറിന്റെ അർഹതാ ലിസ്റ്റിൽ 40,043 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എറണാകുളം, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 10,018 പേര്. കട്ട് ഓഫ് മാർക്ക് വന്നിട്ട് 72.4 ഒഴിവുകളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലാണെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 10,006 പേര്. കട്ട് ഓഫ് വന്നിട്ട് 64 മാർക്ക് പേര്. എറണാകുളത്ത് ആകെ ഒഴിവ് 2 ആണ്. പാലക്കാടിലെയും കണ്ണൂരിലെയും ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂരിലാണെങ്കിൽ 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആകെ മൊത്തത്തില് നമ്മുടെ അസിസ്റ്റന്റ് ടൈം കീപ്പറിന്റെ ഒഴിവുകൾ എന്ന് പറയുന്നത് 7 ആണ്. ലിസ്റ്റിൽ വന്നത് 40,000 പേരാണ്. അതുപോലെ അടുത്ത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ ഡിക്റ്റേഷൻ ടെസ്റ്റ് മെയ് 15 നടക്കുന്നുണ്ട്. നമ്മുടെ KSന്റെ റിപ്പോർട്ട് ചെയ്ത 54 ഒഴിവുകൾ ഹൈക്കോടതി റദ്ദാക്കി എന്ന് പറയുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് താൽക്കാലികമായി റിപ്പോർട്ട് ചെയ്ത 54 ഒഴിവുകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്.
ഇത്രയും ഒന്നിച്ച് നിലവിലില്ലെന്ന് സർക്കാർ വാദം അംഗീകരിച്ചാണ് ഡിവിഷണൽ ബെഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് റദ്ദാക്കിയത്. KASന്റെ സ്പെഷ്യൽ റൂൾസ് 4-ാം വകുപ്പ് പ്രകാരം കണ്ടെത്തിയ 28 ഒഴിവും ഡെപ്യൂട്ടി കളക്ടർമാരുടെ 5 ഒഴിവും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ 10 ഒഴിവും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗ്രേഡ് 2ന്റെ 11 നിയമനങ്ങൾ അല്ലെങ്കിൽ ഒഴിവുകളും ചേർത്ത് 54 ഒഴിവുകളാണ് താൽക്കാലികമായി റിപ്പോർട്ട് ചെയ്തതായിരുന്നു. പക്ഷെ ഇതിനാണ് എന്ത് ചെയ്തത്, ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ, പത്തനംതിട്ട ജില്ലകളിലായിട്ട് 107 നിയമനങ്ങളോട് നടക്കുന്നുണ്ട്. വനിതാ പോലീസിന്റെ മുൻ ലിസ്റ്റിലെ ആകെ ശുപാർശ വന്നിട്ടുണ്ടായിരുന്നു 361 സബ് ഇൻസ്പെക്ടറിലേക്ക് 26 ഒഴിവുകളോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തായാലും തന്നെയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലേക്ക് 32 പുതിയ തസ്തികകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 23 തസ്തികകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തിക വരുന്നുണ്ട്. വിഴിഞ്ഞം സീപോർട്ടിൽ 4 തസ്തിക വന്നിട്ടുണ്ട്. വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ട് 3 വർഷം എന്ന് പറയുന്നുണ്ട്. ഇനിയും വരാതെ ഖാദി ബോർഡ് LDCയുടെ റാങ്ക് ലിസ്റ്റ് എന്നുകൂടി പറയുന്നുണ്ട്. ഒക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആഴ്ച നടക്കാനായിട്ട് പോകുന്ന PSC നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച നടക്കാനായിട്ട് പോകുന്ന പരീക്ഷകൾ, അതുപോലെ തന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് 21-ാം തീയതി ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. 21-ാം തീയതി ഗ്രേഡ് 2ന്റെ പരീക്ഷ. 24-ാം തീയതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വരുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പ്രിലിമിനറി പരീക്ഷ 24-ാം തീയതി നടക്കുന്നുണ്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ PSC അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് LDC ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ LPST തൃശ്ശൂര്, LDC എറണാകുളം, LDC ആലപ്പുഴ, UPSC കാസർഗോഡ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സ്റ്റാഫ് നേഴ്സ് ആലപ്പുഴ, അതുപോലെ തന്നെ LGS തിരുവനന്തപുരം ഒക്കെ നിലവിൽ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വാർത്തകൾ തന്നെയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസിന്റെ ഒക്കെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കൂടിയൊക്കെ ജോയിൻ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.